നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തെ പറമ്പിന് തീപിടുത്തം. ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ശക്തമായ പുകയെ തുടർന്ന് ടൗൺ UP സ്കൂളിനും അംഗനവാടിക്കും അവധി നൽകി. മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തെ പറമ്പിന് തീപിടുത്തം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിന് പുറകുവശത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത്. തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ഫയർഫോഴ്സിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ദീർഘനേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ തീയണച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിരുന്നു. കനത്ത പുകയെ തുടർന്ന് ടൗൺ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അംഗൻവാടിക്കും അവധി നൽകിയെന്ന് ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പറഞ്ഞു. ഇത് നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തം ആദ്യത്തെ സംഭവമാണ്. പക്ഷെ നമ്മളത് അറിഞ്ഞ നിമിഷം തന്നെ നഗരസഭ ഫയർഫോഴ്സിനെ അറിയിക്കുകയും എത്രയും വേഗം തന്നെ അവർ വന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തീ കെടുത്തുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു. പക്ഷെ അതിനോടനുബന്ധിച്ച് തന്നെ ടൗൺ സ്കൂളിനും അതിന് തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ കുട്ടികൾക്കും അവധി കൊടുത്ത് അവരെ മാറ്റി. കാരണം പുകവല്ലാതെ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്കും സ്കൂളിനുള്ളിലേക്കും കടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവധി കൊടുത്ത് കുട്ടികളെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കൃത്യമായ ഇടപെടലോടുകൂടി ഈ ഒരു തീ കൃത്യമായിട്ട് കെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഫയർഫോഴ്സിന്റെ സമയബന്ധിതമായ ഇടപെടലിനെ തുടർന്ന് അപകടമാണ് ഒഴിവായത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.